ഹായ് ഫ്രണ്ട്സ്, മന്ദാരം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാർ ഉണ്ടാക്കാൻ ആദ്യം തന്നെ പരിപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം എന്നിവ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പരിപ്പ് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരം വറുത്തരച്ച സാമ്പാറാണ്. അപ്പോൾ നാളികേരം, പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, ഇത് ഇട്ടിട്ടാണ് നാളികേരം വറുക്കുന്നത്. ചെറിയ ഉള്ളി, കറിവേപ്പില. നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ടു. ഉലുവ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള നാളികേരം, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത് ഇട്ടിട്ട് ഇളക്കുക. ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി നമ്മൾ ഒരുവിധം നല്ല ചുവന്ന കളറാവണവരേക്ക് നന്നായിട്ട് ഇളക്കി എടുക്കുക. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി നമ്മുടെ ആവശ്യത്തിന് എത്ര സാമ്പാറാണോ നമ്മൾക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് കണക്കാക്കിയിട്ടുള്ള മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടി എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച്. എൻ്റെ കയ്യിലുള്ള മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഇടുന്നത്. പിന്നെ പച്ചമുളകും ഇടുന്നുണ്ട്. അങ്ങനെ നമ്മളെ നാളികേരം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് ഇതാണ് നമ്മളെ കയ്യിലുള്ള ആകെയുള്ള പച്ചക്കറികൾ. ഇന്ന് വെണ്ട, വഴുതനയൊക്കെ ഇവിടുന്ന് കിട്ടിയ ലാസ്റ്റ് ഘട്ടത്തിൽ കിട്ടിയ കുറച്ച് പച്ചക്കറികളാണ്. ബാക്കി സവാള, തക്കാളി, കിഴങ്ങ് അത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. പച്ചമുളകൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് സാധനങ്ങളുണ്ട്, പക്ഷേ സാമ്പാർ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള പച്ചക്കറികളൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി 2-3 വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളിയുടെ അല്ലി ഒരു 3-4 ഇടാം. നമുക്ക് പരിപ്പൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ അതിട്ടാൽ കുറേ ആശ്വാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സവാള, ഉരുളക്കിഴങ്ങ് നന്നാക്കിയ സമയത്ത് അത് ഒരുപാട് ഉള്ള കഷ്ണങ്ങളിൽ വെച്ചിട്ട് വലിയ ഉരുളക്കിഴങ്ങ് ഒരുപാട് കേടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെത്തിക്കളഞ്ഞ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ പച്ചപ്പ് വന്നിരുന്നു. അപ്പോൾ ആ പച്ചപ്പുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു. എന്നാലും നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഈ പച്ചപ്പുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് കറിക്ക് ഉപയോഗിക്കാൻ പാടില്ല, അത് മുള വന്നതാണ്. നമുക്ക് ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നവർക്കൊക്കെ അത് ആ പച്ചപ്പ് വന്ന് മുള വന്ന ഭാഗം മുറിച്ചിട്ട് നട്ട് കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് കിട്ടും. അങ്ങനെ നമ്മൾ പച്ചക്കറികളൊക്കെ നന്നാക്കി എടുത്തു. ഇനി നമുക്ക് അതിൽ തക്കാളി, വെണ്ട, വഴുതന ഈ 3 സാധനങ്ങൾ, അതിൽ കുറച്ച് പച്ചമുളകും ഇടാം. കുറച്ചില്ല, ഒരു മുളക് ഞാൻ എടുത്തിട്ടുള്ളൂ, മുളക് പൊടി ഇടുന്നതുകൊണ്ട്. അങ്ങനെ ആ സാധനങ്ങൾ മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് വേറെ വേവിച്ചെടുക്കാം. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട്. കാരണം ഇത് പെട്ടെന്ന് വേവുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മളിത് കുക്കറിലിട്ട് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്താൽ ഈ കഷ്ണങ്ങളൊക്കെ ആകെ അളിഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മൾ വേറെ സെപ്പറേറ്റ് വെക്കുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വെന്ത് കിട്ടും ചെയ്യും. നമുക്ക് ആ കഷ്ണങ്ങൾ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. കൂടുതൽ സമയമൊന്നും വേവിക്കണ്ട, കുറച്ച് സമയം. വെണ്ട വേവണ ആ സമയം കൊണ്ട് തന്നെ എല്ലാതും വെന്ത് കിട്ടും. അത് ഒന്നിച്ച് വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി മുറിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് തീരെ ചെറുതായിട്ട് അത് മുറിക്കണ്ട, അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ മുറിച്ചെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി കീറിയിട്ടിട്ടുണ്ട്. പിന്നെ സവാള അതുപോലെ പറ്റ് നൈസാക്കിയൊന്നും അരിയണ്ട, ഒരു മീഡിയം ലെവലിൽ അരിഞ്ഞെടുക്കുക. സവാള ഇടണം നിർബന്ധമില്ല, ചെറിയ ഉള്ളി ഇട്ടാലും മതി. എൻ്റെ അടുത്ത് സവാളയാണ് ഉള്ളത്, അപ്പോൾ ചെറിയ ഉള്ളി കുറവാണ്, സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള പരിപ്പ് വെന്തിട്ടുണ്ട്. ആ പരിപ്പിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം.
ഇതിൽ വെള്ളം കുറച്ച് കുറവാണ് പരിപ്പ് വെന്ത് വന്നപ്പോൾ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വരുന്ന വരെ. പരിപ്പ് വേവിച്ചപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അടച്ച് വെച്ചു. ഇനി നമുക്ക് പുളി വെള്ളത്തിലിടാം. കുറച്ച് നമ്മളെ പുളി എത്രത്തോളം പുളി ഉണ്ട് അത് നോക്കിയിട്ട് നമ്മളെ കറിക്ക് ആവശ്യമായ പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. നമുക്ക് കറിയിൽ ഒഴിക്കാനാകുമ്പോഴേക്ക് അത് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അത് അതിലേക്ക് ഞെകിടി പിഴിഞ്ഞ് ഒഴിക്കാൻ സുഖമായിരിക്കും കുതിർന്ന് വന്നാൽ. പിന്നെ നമ്മൾ ആദ്യം മാറ്റി വേറെ അടുപ്പിൽ വെച്ചില്ലേ നമ്മളെ കഷ്ണങ്ങൾ, വെണ്ട, തക്കാളി, അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതൊന്ന് തിളച്ചതിന് ശേഷം ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ ഇളക്കരുത്. നമ്മൾ ഒഴിച്ച് അതൊന്ന് തിളച്ചതിന് ശേഷം ഇളക്കാൻ പാടുള്ളൂ. പിന്നെ അത് തിളച്ച് വന്നു. നമുക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സാമ്പാർ പെട്ടെന്ന് നാശമായി പോകും. അപ്പോൾ അങ്ങനെ നാളികേരമൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായംപൊടി ചേർത്ത് കൊടുക്കാം. കായംപൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ സാമ്പാറിന് പ്രത്യേക സ്മെല്ലും രുചിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്തിടാം. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കടുക്, ഉലുവ, പിന്നെ വറ്റൽമുളക്, അത് രണ്ടും പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ രുചികരമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.